സ്നേഹിക്കണം. പക്ഷേ അച്ചടക്കങ്ങൾക്ക് കുറവുണ്ടാകരുത്. അച്ചടക്കം എന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്. ചിലർക്കൊക്കെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികൾ മിണ്ടാതിരുന്നാൽ അച്ചടക്കം എന്ന് കരുതുന്നവരുണ്ട്. അല്ല, നിയമങ്ങളെ അനുസരിക്കുന്നതാണ് അച്ചടക്കം. നിയമങ്ങളെ അനുസരിക്കുന്നതാണ് അച്ചടക്കം. ഇപ്പോൾ വലിയ പെരുന്നാൾ വരാൻ പോവുക. വലിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കണം. ആഘോഷമാകണം. എന്താകരുത്, നമ്മുടെ ജീവിതത്തെ മുഴുവനും നശിപ്പിക്കുന്നതാകരുത്. ആഘോഷം സന്തോഷമുള്ളതാകണം, ജീവിതത്തിൽ സങ്കടങ്ങൾ സമ്മാനിക്കുന്നതാകരുത്. ആഘോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇന്ന് ആഘോഷത്തിന് വേണ്ടി പലരും ചെയ്യൽ എന്താ, ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുക, വിവാഹ വാർഷിക ആഘോഷിക്കുക, ബ്രൈഡ് ഗ്രൂം ആഘോഷിക്കുക, ഇങ്ങനെ ആഘോഷങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷിക്കുന്ന സമയത്ത് പലർക്കും പറയാനുള്ളൊരു മറുപടി, കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ അനുജൻ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്, 19-20 വയസ്സായിട്ടേ ഉള്ളൂ. അവൻ വീട്ടിൽ വരുന്നത് വളരെ വൈകിയിട്ടാണ്. അപ്പോൾ ഈ സഹോദരി ഇവനോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഇങ്ങനെ വൈകുന്നത്? ഉപ്പാക്ക് ടെൻഷനാണ്, ഉമ്മക്ക് ടെൻഷനാണ്. അപ്പൊ ഇവൻ പറയുന്നത്, ഞാൻ ഈ പകല് മുഴുവനും ജോലി ചെയ്താൽ ആകെ ഒരു സന്തോഷം കിട്ടുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ്, അതും വേണ്ടേ? അപ്പൊ ഇവൾ ചോദിച്ചു, നിന്റെ കൂടെ വരുന്നവരും MDM ഉപയോഗിക്കുന്നവരാ, നിന്റെ കൂടെ വരുന്ന പലരും ഡ്രഗ്സ് കരിയറായിട്ട് അറിയപ്പെട്ടവരാ. അപ്പൊ ഇവന്റെ മറുപടി, മോളെ നിനക്കറിയില്ലേ, ഞാൻ അതിൽ പെടൂല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപകടം വരുന്ന വഴിയാണിത്. എന്തുകൊണ്ടാണ് ഫ്രണ്ട്സിന് ആവശ്യമായത്? വീട്ടിൽ ആഘോഷം കുറഞ്ഞതുകൊണ്ട്. എങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിക്കരുത്? മദ്രസകളിൽ നിന്നെല്ലാം നിരന്തരം നിർദ്ദേശം പോകേണ്ടതും നിർദ്ദേശം അത് മുഖേന നടക്കേണ്ടതുമാണിത് ഞാൻ ഇപ്പൊ സൂചിപ്പിക്കുന്നത്. ആഘോഷങ്ങൾ ജീവിതം നിറഞ്ഞു നിൽക്കണം. എല്ലാ വെള്ളിയാഴ്ച രാവും ആഘോഷിക്കണം, വെള്ളിയാഴ്ച ആഘോഷിക്കണം. പെരുന്നാളുകൾ ആഘോഷിക്കണം. മാസാമാസം നമ്മുടെ വീടുകളിൽ മഹാന്മാരെ കണക്ട് ചെയ്ത് ആഘോഷിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ശൈലി നോക്ക് നിങ്ങൾ. ഖുർആനിനെ കുറിച്ച് പറഞ്ഞു, ഹുദല്ലിൽ മുത്തഖീൻ. ഒരു മുത്തഖിയാകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഹിദായത്തിന്റെ വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആൻ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ അൽ ബഖറ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത് വിശദീകരിക്കുന്ന സംഭവമാണ് പശുവിന്റെ സംഭവം. ഇതാണ് മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാകാനുള്ള വഴി. ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൂറത്തു ലുഖ്മാൻ, സൂറത്തു മറിയം, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഇബ്രാഹിം, ഇങ്ങനെ തുടങ്ങിയിട്ട് സൂറത്തു യൂനുസ്, സൂറത്തുകളുടെ പേര് പോലും മഹാന്മാരെ അനുസ്മരിക്കുന്നത്. ഇതെന്തിന്റെ സൂചനയാണ്? നിരന്തരം ആഘോഷപൂർണമായി മനുഷ്യന്റെ ജീവിതത്തിൽ മഹാന്മാരെ കണക്ട് ചെയ്ത ആഘോഷം നിലനിൽക്കണം. ആഘോഷം ആകേണ്ട രൂപം, ഒന്ന് മഹാന്മാരെ കണക്ട് ചെയ്യുന്നതാവുക. 2, ആഘോഷം ആസ്വാദ്യകരമാകണം. 3, അതിൽ മൂല്യങ്ങൾ വേണം. മൂല്യങ്ങൾ ഇല്ലാതെ ആഘോഷിച്ചാലുള്ള പ്രശ്നം എന്താ? ആഘോഷത്തിന് വേണ്ടി മദ്യപിച്ചു, ആഘോഷത്തിന് വേണ്ടി ഈ സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള പടക്കൽ, ഇങ്ങനെ പടപടാ പടക്കൽ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞാൽ അത് പിന്നീട് ഓർക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സുഹൃതം ചെയ്തു എന്ന് തോന്നുന്നു. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും അത് ഓർക്കുമ്പോൾ ഒരു സുഖം തോന്നുമോ? ഇല്ല. വേറെ ആരും അറിയാതെയാണ് ആഘോഷിച്ചത്, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് ഞായറാഴ്ച, ഇന്നലെ ശനി, മിനിയാന്ന് വെള്ളി, വ്യാഴാഴ്ച ഉച്ചക്ക് നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഓർമ്മ വരില്ല. അതേ സമയത്ത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് നിങ്ങൾ ഏത് ഭക്ഷണം ഏത് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. ഇതാണ് ആഘോഷത്തിൻ്റെ സ്വഭാവം. മെമ്മറിന്ന് പോകില്ല.
ആഘോഷത്തിന്റെ പേരിൽ നിങ്ങളൊരു തോന്നിയാസം ചെയ്താൽ നിങ്ങളെ മെമ്മറിയിൽ നിന്നത് പുറത്തു പോകൂല, കൂടെ ഉണ്ടാവും. പിന്നെ ആത്മവിശ്വാസം ഡൗൺ 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 കുറയും, നശിച്ചു പോകും. അപ്പൊ എങ്ങനെ ആഘോഷിക്കണം? അതാണ് പെരുന്നാൾ പഠിപ്പിച്ചത്, അതാണ് വെള്ളിയാഴ്ച പഠിപ്പിച്ചത്, വെള്ളിയാഴ്ച രാവ് പഠിപ്പിച്ചത്. എങ്ങനെ ആഘോഷിക്കേണ്ടത്? പെരുന്നാളിന് നല്ല ഭക്ഷണം ഒരുക്കണം, ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, കഴിപ്പിക്കണം. പെരുന്നാളിന്റെ ആഘോഷ രീതി നോക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈണം, നല്ല ഈണത്തിൽ മദ്ഹുകളും മഹാന്മാരും അല്ലാഹുവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ആഘോഷ രീതി. ബഹളമല്ല, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കരുത്, ഓരിയിട്ട് ആഘോഷിക്കരുത്, കുറുക്കൻ ഓരിയിടും പോലെ ഓരിയിട്ട് ആഘോഷിക്കരുത്. മക്കളൊക്കെ ചിലരൊക്കെ ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ ടൂർ പോകുമ്പോൾ പ്രത്യേകം തിരിച്ചറിയുക, ടൗണിലെത്തിയാൽ കുറുക്കൻ ഓരിയിടുന്നത് പോലെ ഓരിയിടുന്ന ബസ് കണ്ടാൽ അത് പലപ്പോഴും സ്കൂൾ ടൂറാണ്. ഇത് ആഘോഷമല്ല, നല്ല രീതിയല്ല. അങ്ങനത്തെ ടൂറുകൾക്ക് കുട്ടികളെ അയക്കരുത്. നിലവാരത്തിൽ ആഘോഷിച്ച് ശീലിക്കണം. ഈണത്തിൽ ഖുർആൻ, ഒരു യാസീൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് നല്ല ഈണത്തിൽ ഒരു യാസീൻ ഓതുന്നു. നമ്മളെ വല്യമ്മ വല്യപ്പ അവരെയൊക്കെ പരിഗണിക്കുന്നു. ഖുർആനിന്റെ ഒരു ആശയമാണ്. വഖുൽ ഉഅമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. സൂറത്തു തൗബയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധം വിശദീകരിക്കുന്ന പോയിന്റിലെത്തിയപ്പോഴാണ് ഈ രീതി ഖുർആൻ സ്വീകരിച്ചത്. വഖുൽ, മുഅ്മിനീങ്ങൾ അമൽ ചെയ്യുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളെ കാഴ്ചപ്പാട് എന്താകണം? ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു കാണും. അപ്പൊ അള്ളാഹു കാണുമെന്ന ചിന്തയുള്ളപ്പോ മുത്തുനബി തങ്ങളുടെ മദ്ഹായ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്താൽ, ഇസ്ലാമിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ബദരീങ്ങളെ അനുസ്മരിച്ച് തവസ്സുൽ ബൈത്ത് ചൊല്ലിയാൽ, ബദർ മൗലിദ് ഓതിയാൽ, ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു കാണും. നല്ല പരിപാടിയാണ്. വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വഫാത്തിന് ശേഷവും കാണുമെന്നത് മുസ്ലിം ലോകത്ത് ഇന്നുവരെ ഇൽമുള്ള ഓരോ മഹാന്മാരുടെ ഇടയിലും രണ്ടഭിപ്രായമില്ലാത്ത ഒരു അഭിപ്രായ വിഷയമാണത്. നബി തങ്ങൾ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുഅ്മിനൂൻ, സ്വാലിഹീങ്ങൾ കാണും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നിരവധി ഹദീസുകൾ വിചരിച്ച് ധാരാളം മുഫസ്സിറുകൾ ഈ വിഷയം പറയുന്നത് കാണാം. അതുകൊണ്ട് പഴയ കാലത്ത് പറയും, വല്യപ്പാന് പൊരുത്തക്കേടുണ്ടാവും, ഉമ്മാമയുടെ പൊരുത്തക്കേടുണ്ടാവും, വല്യമ്മന്റെ പൊരുത്തക്കേടുണ്ടാവും, വെള്ളിയാഴ്ച രാവ അനാവശ്യമായിട്ട് വെറുതെ ബഹളം വെക്കല്ലേ എന്ന് പറയും. ഒരു യാസീനോദാതെ കിടക്കല്ലേ, ഒരു 300 സ്വലാത്തെങ്കിലും ചെല്ലാതെ കിടക്കല്ലേ എന്ന് പറയും. ഒന്നിച്ചിരുന്ന് യാസീനോദി ഹദ്ദാദ് ചൊല്ലി കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നല്ല ചീരണി വിതരണം ചെയ്യണം, മധുരം വിതരണം ചെയ്യണം. മധുരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല പലഹാരങ്ങൾ ഒരുക്കി ഒന്നിച്ച് ആഘോഷിക്കണം. ഈ സാധനം ഒരുപാട് ഉപകാരമുള്ളതാണ്, ഉപകാരത്തിന് ഉപയോഗിക്കണം. ഇത്തരം സമയങ്ങളിൽ വേണമെങ്കിൽ അത് മാറ്റിവെക്കാം, അത് മാറ്റിവെച്ചിട്ട് ആഘോഷിക്കണം. ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കണം. എങ്ങനെ ചെയ്യണം? നമ്മുടെ ഈ വെള്ളിയാഴ്ചകളിൽ, അതുപോലെ വെള്ളിയാഴ്ച രാവിൽ ഈ ആഘോഷങ്ങളിലൊക്കെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് പരസ്പരം സന്തോഷപൂർവ്വം ആ ദിവസം കൊണ്ടാടി, എന്നിട്ട് ആ ദിവസം പിന്നീട് അവർക്ക് ഓർക്കുമ്പോഴും സന്തോഷം ഉണ്ടാകണം. അതൊരു നിർബന്ധിക്കലാകരുത്. അഭിപ്രായങ്ങളൊക്കെ പരിഗണിക്കണം. അഭിപ്രായങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു, ഉപ്പ അടുത്ത ആഴ്ചത്തത് ഐസ്ക്രീം ആയിക്കോട്ടെ, വല്ലാതെ തടിക്ക് കേടില്ലെങ്കിൽ നമ്മളെ ക്യാഷ് കൊണ്ട് സാധിക്കുമെങ്കിൽ ഐസ്ക്രീം ആക്കണം. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭാഷ മാത്രം പറയാ, അങ്ങനെ ആകരുത്. എല്ലാവരെയും അഭിപ്രായം കേട്ട് സാധ്യമാണെങ്കിൽ നടപ്പിലാക്കണം. ഇതില്ലെങ്കിൽ എന്ത് വരും എന്നറിയോ? തോന്നിവാസങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. നിങ്ങൾ നോക്കൂ, ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ തീരെ ബുദ്ധിയില്ലാത്തവരും ഈമാനില്ലാത്തവരും ആഘോഷിക്കേണ്ട ആഘോഷമാണ് ബർത്ത്ഡേ ആഘോഷം. മദ്രസയിൽ പോലും മുട്ടായി വരും. എന്താ?
മോളെ ബർത്ത്ഡേ ആണ്, മോൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ എന്ത് ന്യായീകരണം ഉണ്ടാക്കിയാലും ഇത് അസംബന്ധമാണ്. കാരണം എന്താ? ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ബർത്ത്ഡേ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? ബർത്ത്ഡേ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ജനിച്ച ദിവസം. ജനിച്ച ദിവസം, ജനിച്ച അന്നാണോ ആഘോഷിക്കുന്നത്? അല്ല. പിന്നെ ജനിച്ചിട്ട് ഒരു വർഷം, ഈ കുട്ടിക്ക് കണക്കാക്കപ്പെട്ട ആയുസ്സിലെ ഒരു വർഷം നഷ്ടപ്പെട്ടു. ആ ഒരു വർഷം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വീണ്ടും ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം വിശ്വാസമുള്ളവർക്ക് ഒരിക്കലും ഭൂഷണമല്ല. കാരണം ഇത് നമ്മുടെ കുഞ്ഞല്ല. ഈമാനുള്ള ഒരാളുടെ ഈമാനികമായ ജീവിതത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല ഈ ആഘോഷം. ബർത്ത്ഡേ എന്ന് പറയുന്ന ആഘോഷം ജനിച്ചിട്ട് ജീവിതത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുക, ആഘോഷിക്കുക, നഷ്ടപ്പെടുക, ആഘോഷിക്കുക, വീണ്ടും നഷ്ടപ്പെടുക, ആഘോഷിക്കുക. ഇത് ഈമാനുള്ളവരുടെ തലത്തിൽ നിന്ന് ജനിച്ചതല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാം. കാരണം ആ ജന്മം റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് മുഴുവനും അത് കാരുണ്യമാണ്. ഹയാത്തി ഖൈറുൽ ലക്കും മമാത്തി ഖൈറുൽ ലക്കും. അവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതത്തിന് ശേഷമുള്ള ലോകവും നിങ്ങൾക്ക് നന്മയാണ്. അത് ആഘോഷിക്കാം, അത് ആഘോഷിക്കണം, അത് ഈമാനാണ്. അതേസമയത്ത് നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഒരു വിധാനമുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ടുള്ള ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവോ? എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്ത നിഅമത്തിന് എല്ലാ ശുക്റും ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പടപ്പുണ്ടോ നിങ്ങൾക്കറിയാവുന്ന? ഉണ്ടോ? പിന്നെ എങ്ങനെയാ ആഘോഷിക്കൽ? തൗബ ചെയ്യാം, തൗബ ചെയ്യാം, നല്ല പരിപാടിയാണ്. പക്ഷെ അതും ബർത്ത്ഡേയുടെ പേര് ചെയ്യരുത്. കാരണം ബർത്ത്ഡേ എന്നതൊരു പ്രയോഗമാണ്. നമ്മുടെ ഈ അങ്ങാടിയിൽ ഈ അഴുക്കുകളൊക്കെ കൊണ്ടുപോകാൻ ഒരു ചാലുണ്ട്. അതിലൂടെ മോശമായ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ജലദോഷം എന്ന് പറയും. ഇല്ല, ജലദോഷം എന്നുള്ളതൊരു മുസ്തലഹാണ്, അതൊരു പ്രത്യേക പ്രയോഗമാണ്. ഇതുപോലെ ബർത്ത്ഡേ എന്നതൊരു പ്രത്യേക ആചാരമാണ്. അത് ഒരു വിഭാഗത്തിൻ്റെതാണ്, അതൊരു പ്രത്യേക സൃഷ്ടിയാണ്. അത് ആഘോഷിച്ച് നിങ്ങൾ എന്ത് ന്യായീകരിച്ചാലും അത് അതിൻ്റെ മടയിലേക്ക് മടങ്ങും, നിങ്ങൾ കുടുങ്ങും. ഒരു ദിവസം എൻ്റെ കൂടെ ഒരു പണ്ഡിതൻ, അയാൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് വീട്ടിലൊരു മങ്കുസ് മൗലിദുണ്ട്, നിങ്ങൾ വരുന്നോ? അപ്പോൾ അന്ന് എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് തിരക്കുണ്ട്. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ യാദൃശ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, നമ്മളെ മങ്കുസ് മൗലിദൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അതൊരു പെടലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇത് മോളെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർ ചെയ്ത പണിയാണ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടൂല എന്ന് തോന്നിയപ്പോൾ മങ്കൂസും മൗലിദുണ്ട് എന്ന് പറഞ്ഞു. അതിനൊരു കേക്കും വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ മങ്കൂസ് മൗലിദല്ല മുസന്നിഫിന്റെ മുറാദ് ബർത്ത്ഡേ ആഘോഷിക്കല. അതിനൊരു മെഴുകുതിരി കത്തിക്കലും ഒരു പ്രത്യേക മുറിക്കലും കേക്ക് മുറിക്കലും ഒക്കെ ആയിട്ടൊരു ഒരു പ്രത്യേക ചടങ്ങ്. നിങ്ങളറിയോ എന്താ സംഭവിക്കുക? ഇക്കൊല്ലം മങ്കൂസ് മൗലിദുണ്ട്, ഇക്കൊല്ലം യാസീനുണ്ട്, ഇക്കൊല്ലം ഫാത്തിഹ ഉണ്ട്. അടുത്ത കൊല്ലം ബർത്ത്ഡേ വരുമ്പോൾ ഇതങ്ങ് പുറത്തു പോകും, കേക്കും ഉള്ളിലിരിക്കും. പിറ്റത്തെ കൊല്ലം ആഘോഷിക്കുമ്പോൾ ബർത്ത്ഡേയുടെ ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാവരും ആഘോഷിക്കുന്ന ചില പ്രത്യേക ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് ഈ കുട്ടിയുടെ ജീവിതത്തിലും വരും. അങ്ങനെ 15, 16, 17, 18 വയസ്സാകുമ്പോൾ ഈ കുട്ടി ആഘോഷിക്കും. നിങ്ങൾ പുറത്തിരിക്കും, കുട്ടി മറ്റൊരു സ്ഥലത്തിരിക്കും. അന്ന് കുട്ടി ആഘോഷിക്കുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായി വ്യഭിചാരം പരിശീലിക്കുന്ന കളരിയായി ബർത്ത്ഡേ മാറും. ഇതാണ് ഇന്നത്തെ ബർത്ത്ഡേയുടെ പശ്ചാത്തലം. വേണോ വേണ്ടേ? തലയിൽ ആൾപ്പാർപ്പുള്ളവർ നന്നായി ആലോചിക്കേണ്ട മേഖലയാണ്. ബർത്ത്ഡേ പോലെയുള്ള അനാവശ്യ ആഘോഷങ്ങൾ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ പർപ്പസ് എന്താണ്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങളിത് ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം നിങ്ങളുടെ മനസ്സാക്ഷി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആഘോഷിച്ചോളൂ. പക്ഷേ ഹറാമുകൾ ചെയ്യരുത്. ഞാൻ പറയുന്നു, നിങ്ങൾ ഉള്ള ആഘോഷങ്ങൾ കൊണ്ട് നടക്ക്. വെള്ളിയാഴ്ച രാവ് ആഘോഷിക്ക്. അതുപോലെ എല്ലാ മാസത്തിലും ഓരോ മാസത്തിലും എല്ലാ മാസത്തിലും മഹാന്മാർ കണക്റ്റഡാണ്. ഈ ദുൽഹിജ്ജ മാസമായാൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങി നമ്മുടെ ഇമാമിയങ്ങളും സ്വാലിഹീങ്ങളും നമ്മുടെ തന്നെ പൂർവ്വപിതാക്കളും ധാരാളം നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല നല്ല മനുഷ്യന്മാരുണ്ട് നമ്മളൊക്കെ ഫാമിലിയിലും തറവാട്ടിലും. അവരെയൊക്കെ അനുസ്മരിച്ചൊരു യാസീൻ, നല്ല ഈണത്തിൽ ഒരുമിച്ചിരുന്ന് എല്ലാവരും നല്ല പലഹാരങ്ങൾ ഒരുക്കിയൊരു യാസീൻ ഒന്ന് ആഘോഷിച്ചൂടെ? എന്തൊരു സുഖമുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം ആഘോഷിക്കണം. ഔട്ടിങ്ങും നല്ലതാണ്. പക്ഷേ അത് മിനിയൂട്ടി ആയാലും ശരി, ഏത് സ്ഥലമായാലും ശരി, നിങ്ങൾ ഹറാമായ രീതിയിൽ മിങ്കിൾ ചെയ്തിട്ട് ഈ നിലാവട്ടത്ത് കോയിനിട്ടമാതിരി എന്തിനാ പോയെന്നും അറിയില്ല, എന്താ ചെയ്യുന്നതെന്നും അറിയില്ല, കുറേ കാട്ടിക്കൂട്ടുകയല്ലേ. അങ്ങനെ ആകരുത്. ഹറാമൊന്നും ഇല്ലാതെ ആഘോഷിക്കാൻ പഠിക്കണം. റിസോർട്ടുകളൊക്കെ പോകുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ ഹറാമില്ലാതെ ചെയ്യാൻ പഠിക്കണം. എന്നാൽ അത് നല്ലതാണ്. ഔട്ടിങ്ങിൽ ഒരു സിയാറത്ത് ചെയ്യുന്നു, മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നു, നല്ലതാണ്, നല്ല രീതിയാണ്. ആ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഒന്ന് അവരെ പറ്റി ഒന്ന് വായിച്ചു നോക്കുക. പുസ്തകങ്ങൾ കിട്ടും, ഒന്നത് ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു നല്ല ഭാഗം മാത്രം ഒന്ന് ഒന്നിച്ചിരുന്ന് വായിച്ചു നോക്കുങ്ങൾ, എന്ത് സുഖം ഉണ്ടാവും. അത് പരസ്പരം ചർച്ച ചെയ്ത് ആഘോഷിക്കണം. കുട്ടികളെയൊക്കെ അടിച്ചേൽപ്പിക്കരുത്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാം. കാരണം നിങ്ങളോട് ഞാൻ തെറ്റായ രീതിയിൽ പെരുമാറാൻ പാടില്ലല്ലോ. ഈ ചൂട് സമയത്ത് നിങ്ങളെ ഇങ്ങനെ ഒന്നിച്ചിരുത്തിയിട്ട് നീട്ടിക്കൊണ്ടുപോയി സംസാരിച്ചാൽ ഒരു അതബ് കേടായി പോകും. ഇവിടെ ഞാൻ ഇത്തരം ആഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാണ്, നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്, ജമാഅത്ത്, ജുമാ, ഇതൊക്കെ നമ്മുടെ നാടിനെ നിർമ്മിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളുമാണ്. അതുപോലെ ജൽസത്തുൽ മഹബ്ബ നിങ്ങളെല്ലാം അറിയുന്നതാണ്. നമ്മുടെ മദ്രസയിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലും ഇത്തരം ധാരാളം ഒത്തുചേരലുകൾ നടക്കുന്നുണ്ട്. ഇവിടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം, സമൃദ്ധമായിരിക്കണം. ജസ്റ്റ് നമ്മളെ ഹുദൂർ, നമ്മുടെ പ്രസൻസ്, സാന്നിധ്യം, അത് നമുക്കേറെ നേട്ടങ്ങളുണ്ടാക്കും, ഒരു ഐക്യബോധമുണ്ടാക്കും, നമ്മളെ തമ്മിൽ യോജിപ്പിക്കാൻ അത് കാരണമാകും. അത് ആസ്വാദ്യകരമായി ഉപയോഗപ്പെടുത്തിയാൽ മനസ്സിന് ഫലമുണ്ടാകും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു ധാരാളം കാവലുകൾ തരും. നമ്മളിൽ നമ്മൾ അറിയാതെ കടന്നു വരുന്ന പൈശാചിക സാന്നിധ്യങ്ങളും ഡേർട്ടി എനർജികൾ, ചീത്തയായ ഊർജം, മോഡേൺ സയൻസിൽ വലിയൊരു ഭാഗം തന്നെ അത് സമർത്ഥിക്കുന്നത് കാണാം. ഡേർട്ടി എനർജി, ഇത്തരം സംഗതികളെയൊക്കെ റിമൂവ് ചെയ്യാൻ, ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പുറന്തള്ളാൻ ഇത്തരം ഒത്തുചേരലുകൾ നമ്മളെ സഹായിക്കും. സ്വലാത്തിൻ്റെ മജ്ലിസ്, ദിക്റിൻ്റെ മജ്ലിസ്, ഹദ്ദാദിൻ്റെ മജ്ലിസ്, മുതാലിമീങ്ങളൊക്കെ ഉള്ള ഹദ്ദാദിൻ്റെ മജ്ലിസ് എല്ലാ പള്ളിയിലും എല്ലാ ദിവസവും ഉണ്ടാവും. പറ്റുമെങ്കിൽ ഒന്നതിൽ പങ്കെടുക്കുക. 10-15 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. എന്താണ് അതിൻ്റെ എനർജി എന്നറിയോ? നല്ല ബെസ്റ്റ് റിഫ്രഷ്മെൻ്റ് ആണത്. ഈ റിഫ്രഷ്മെൻ്റൊക്കെ ഉപയോഗിക്കണം. വലിയ ഫലമാണത്, അതൊരു സുഖമാണ്, ആസ്വദിച്ച് ചെയ്യണം. കാരണം എന്താ? ഹദ്ദാദിൻ്റെ മജ്ലിസിലിരിക്കുന്ന സമയത്ത് 5 ഫാത്തിഹ ഓതുമ്പോൾ, ഒന്ന് അബ്ദുല്ലാ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ കുടുംബം എന്ന് പറയുന്നത് സാദാത്തുക്കളിൽ ഇപ്പോഴും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന മഹാന്മാരുടെ പരമ്പരയാണത്. ബാലവി കബീല, വലിയ മഹാന്മാരുടെ പരമ്പരയാ. ഇപ്പൊ ഈ സാഹചര്യത്തിൽ പോലും കറാഹത്തുകൾ പോലും സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാരുണ്ട്. അത്തരം സ്വാലിഹീങ്ങളുടെ പരമ്പരയാണത്. അതുപോലെ ഔലിയാക്കൾ, ഇമാമിങ്ങൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാപ്പമാര്, ഉമ്മാമമാര് തുടങ്ങിയ നമ്മുടെ ബന്ധുക്കൾ, ഇവർക്കെല്ലാം ഫാത്തിഹ പോകുന്ന ഒരു സദസ്സാണ് ഹദ്ദാദ് മജ്ലിസ്. അത് മജ്ലിസിൽ ഇരുന്നാലുള്ള ഗുണം എന്താ പറയുക? ഒരു ഫാത്തിഹ ഞാൻ ഓതിയാൽ അതൊരു ഫാത്തിഹയാണ്. അതേ സമയത്ത് ഞാൻ ഈ സദസ്സിൽ നിന്നൊരു ഫാത്തിഹ ഓതിയാൽ ഈ സദസ്സിൽ 4, 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6, 4 ആകുമ്പോൾ 24, 48, ഒരു 50 പേരിൽ ചുരുങ്ങാത്ത ആൾ ഇവിടെ ഉണ്ട്. ഈ സദസ്സിൽ നിന്ന് ഞാനൊരു ഫാത്തിഹ ഓതുന്നു എൻ്റെ ഉപ്പക്ക്. അപ്പൊ എത്ര ഫാത്തിഹയാ കിട്ടുക? 50 ഫാത്തിഹ മിനിമം കിട്ടും. ഒരു ഫാത്തിഹയാണ് ഞാൻ ഓതുന്നത്. സദസ്സിലാകുമ്പോൾ ഈ സദസ്സിലെ ഫാത്തിഹ ഹദിയ ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെ ഉപ്പക്കും കിട്ടുന്നത് 50 ഫാത്തിഹ. എത്ര ലാഭമാണത്! വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഇമാമ് ഒരു ഫാത്തിഹ ഓതുമ്പോൾ ഇരിക്കണം അവിടെ. കാരണം അത് ഒരു ഫാത്തിഹയല്ല ഉപ്പാന്റെ ഖബറിലെത്തുക. നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മരിച്ചുപോയ പലരുടെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ അല്ല പോകുന്നത്. പിന്നെ 100 കണക്കിന് ഫാത്തിഹ പോകാനുള്ള ഒരു ചാൻസ് ആണ് ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഒറ്റക്കൊരു ഫാത്തിഹ പോകുമ്പോൾ 100 തെറ്റുണ്ടാവും.
അതേസമയത്ത് ഈ മൂമിനീങ്ങൾ ഓതുന്ന ഫാത്തിഹയാകുമ്പോൾ തെറ്റ് കൂട്ടത്തിൽ അല്ലാഹു തെറ്റുള്ളവരുടേതും കൂടി പരിഹരിച്ച് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഈ ശൈലി വേണം, ആഘോഷ രീതി നിറഞ്ഞു നിൽക്കണം. ഈ ആഘോഷ രീതികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? സാഹചര്യം നന്നാകുമ്പം കുട്ടികളുടെ മനസ്സും പരുവപ്പെടും, മക്കളുടെ മനസ്സ് പരുവപ്പെടും. സാഹചര്യം ദുഷിക്കുമ്പോഴോ മനസ്സും ദുഷിക്കും, അന്ധത അവരുടെ വിശ്വാസമായി മാറും.